ഇപ്പോൾ ഇന്ന് പറയുന്നത് ബോർഡ് പ്രസ്സിനെ കുറിച്ചാണ്. ഇപ്പോൾ ബോർഡ് പ്രസ് എന്ന് പറയുന്നത് ഒരു ആയിട്ട് ബോട്ട് ഉണ്ടാക്കുന്ന ഒരു വെബ്സൈറ്റാണ്. ഒരു ബിഗിനറായ ഒരാൾക്ക് എങ്ങനെ ഒരു ബോട്ട് ഉണ്ടാക്കുക, ബോട്ട് വഴി എങ്ങനെ ലീഡ് ജനറേഷൻ ചെയ്യുക, അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയാണ് ഇന്ന് പറയുന്നത്. അപ്പോൾ ബോട്ട് എങ്ങനെ ഉണ്ടാകുന്നതാണ് ആദ്യത്തെ വീഡിയോയിൽ പറയുന്നത്. അടുത്ത പാർട്ടിൽ ലീഡ് ജനറേഷനെ കുറിച്ച് പറയും. അപ്പോൾ ആദ്യം ബോട്ട് പ്രസ് എന്ന അപ്പോൾ ജനറേറ്റ് ബോട്ടാണിത്. അപ്പോൾ ജനറേഷൻ ആക്കുക, അല്ലെങ്കിൽ നോളജ് ബേസ് ആക്കുക. നോളജ് ബേസ് എന്ന് പറയുമ്പോൾ നമ്മൾ കൊടുക്കുന്ന നോളജ് അനുസരിച്ച് അത് പ്രവർത്തിക്കും. അപ്പോൾ ബോർഡ് പ്രസ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ബോർഡ് പ്രസ് കംപ്ലീറ്റ് ചെയ്യാൻ അവിടെ ക്ലിക്ക് ചെയ്യുക. ശേഷം ലോഗിൻ എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പം ഞാൻ ഓൾറെഡി കുറേ ബോട്ട് ഉണ്ടാക്കിയതാണ് ഇതിൽ പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം ഇവിടെ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ക്രിയേറ്റ് വർക്ക് സ്പേസ് എന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അതിന് പേര് കൊടുക്കുക എന്തെങ്കിലും. നിങ്ങൾക്ക് എന്താ ആവശ്യമുള്ള ഈ പേര് കൊടുക്കുക. കമ്പനീൻ്റെ പേരാണ് കമ്പനീൻ്റെ പേര്. ഇതിനുശേഷം ക്രിയേറ്റ് ബോട്ട് എന്ന് ക്ലിക്ക് ചെയ്യുക. പേര് കൊടുക്കുക. ഓപ്പൺ ഇൻ സ്റ്റുഡിയോ ആണ്, സോറി. അതിനുശേഷം ക്വിക്ക് സ്റ്റാർട്ട് എന്ന് ക്ലിക്ക് ചെയ്യാം. യൂസ് ടെംപ്ലേറ്റ് എന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ സ്കിപ്പ് ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് ഓരോന്ന് ചെയ്യുമ്പോൾ നമുക്കിവിടെ പരിശോധിക്കാം എന്താ ചെയ്യേണ്ടത്. അപ്പോൾ റെഡിയാണോ അല്ലാണോ ഇവിടെ ചെക്ക് ചെയ്യുക. ആദ്യം നമ്മൾക്ക് ഇവിടെ സെറ്റാക്കുക. ഇവിടെ നിങ്ങളുടെ ഐഡൻറ്റിറ്റി എന്ന സംഭവം അത് കൊടുക്കുക. അപ്പോൾ ഐ ആം എ ചാറ്റ് ബോട്ട് അങ്ങനെ എന്തെങ്കിലും കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇത് പോയി ChatGPT ചോദിച്ചാൽ ChatGPT പറഞ്ഞുതരും. ആദ്യം നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് വേണ്ട അങ്ങനെ ChatGPT പറഞ്ഞുതരും. നമുക്ക് എന്തെങ്കിലും അവിടെ കൊടുക്കുക. എന്തെങ്കിലും ഇതിൻ്റെ ബ്രീഫായിട്ട് നമ്മൾ എന്താ കൊടുക്കുക. നമ്മൾ ബ്രീഫായിട്ട് എന്താ കൊടുക്കേണ്ടത് അത് കൊടുക്കുക. അതിന് ജനറേറ്റ് ചെയ്യാം നമുക്ക്. അല്ലെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക, സേവ് അടിക്കുക. നിങ്ങൾക്ക് എന്താ ആവശ്യമില്ല അത് അവിടെ ഇതാക്കുക. അതിനുശേഷം ഇപ്പോൾ ഇൻസ്ട്രക്ഷൻ ആകുമ്പോൾ ഓട്ടോമോസ് ഏജൻറ്റ് നമുക്കത് നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്തതാണ്. നിങ്ങളെന്താണോ ഇത് ചാറ്റ് ബോട്ട് യന്ത്രം എങ്ങനെ പ്രവർത്തിക്കേണ്ടതെന്ന് നിങ്ങൾ ആലോചിച്ചിട്ട് അതിൽ എന്താക്കുക മാറ്റം വരുത്തിയാൽ. ഇപ്പോൾ ഇവിടെ സൈറ്റ് കൊടുക്കാം. ഇവിടെ PDF ആഡ് നോളജ് സോഴ്സ്. നിങ്ങൾക്ക് ഇപ്പോൾ നോളജുമായിട്ട് ഇങ്ങനെ ഇതാക്കണോ ചാറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ നോളജ് ഇങ്ങനെ പോകണമെങ്കിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ നോളജ് അങ്ങനെ ഇതാക്കുക. അല്ലെങ്കിൽ നമ്മുടെ സൈറ്റിലെ നോളജ് ആണെങ്കിൽ ഇതിൽ എന്താക്കും സ്റ്റോർ ചെയ്ത് വെക്കും. അത് നമുക്ക് റിപ്ലൈ കിട്ടുകയും ചെയ്യും. അതിനിപ്പോൾ ഇങ്ങനെ www.eduproadvice.com. അതിനുശേഷം ഡിസ്കവർ പേജ്. അപ്പോൾ ഓരോ പേജ് ഇങ്ങനെ ഇൻഡെക്സ് ചെയ്യും. സൈറ്റ് മാപ്പ് ഇപ്പോൾ എല്ലാ പേജും ഇൻഡെക്സ് ആയി. പക്ഷേ അതിന് ശേഷം പേജ് അടിക്കുക, ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് ഇപ്പോൾ എന്തോ ഇൻഡെക്സ് ആവും. ഇൻഡെക്സ് ആയ ശേഷം അത് ഇവിടെ ഒരു ഗ്രീൻ കളർ കാണിക്കും. നമുക്ക് PDF ആണെങ്കിൽ PDF ചെയ്യാം. ഇപ്പോൾ എന്തെങ്കിലും PDF ആണെങ്കിൽ ആ PDF നോളജ് എന്താകും ഈ ബോട്ട് അതിനനുസരിച്ചുള്ള റീപ്ലേസ് ചെയ്യും. കാരണം ഞാൻ എൻ്റെ CV ഇതിലേക്ക് ആഡ് ചെയ്യുന്നു. കൺഫേം അടിച്ച് ഇപ്പോൾ PDF പെട്ടെന്നാണ്. പക്ഷേ ഇത് സൈറ്റിൻ്റെ ഓരോ ഭാഗത്ത് പോയി ഇത് സ്റ്റോർ ചെയ്തിട്ട്
സ്റ്റോറേജ് എടുക്കുന്നതാണ്, ടൈം എടുക്കും. അപ്പോൾ ഇത് ഏകദേശം കഴിയാനായി. അപ്പോൾ ഞാൻ ഇത് കാണിച്ചാൽ ഇതിൻ്റെ ഒരു ഇൻ്റർഫേസ് കാണിച്ചാൽ. അപ്പോൾ ഇത് വർക്ക് ഫ്ലോ അവിടെ ക്ലിക്ക് ചെയ്താൽ നമ്മളെ സൈറ്റിൻ്റെ ഒരു ഇത് കാണിക്കും, ഒരു സ്ട്രക്ചർ കാണിക്കും, നമ്മളെ ബോട്ടിൻ്റെ സ്ട്രക്ചർ കാണിക്കും, എവിടെയാണ് നമ്മൾ ചേഞ്ചസ് എടുത്തേണ്ടത്. ഇവിടെ ആഡ് കാർട്ട് പോയി അവിടെ നമ്മൾ എന്താണ് കൊടുക്കേണ്ടത്, അതായത് എന്ത് വേണം ആഡ് ചെയ്യാം. അപ്പോൾ അപ്പോൾ നമുക്കതിന് ആദ്യം ചെയ്യേണ്ടത് നമുക്ക് കുറച്ച് ഇൻസ്റ്റഗ്രേഷൻ, അതായത് നമുക്ക് ഏത് ബേസ്ഡാണോ ഇപ്പോൾ ഇമേജ് ജനറേഷൻ ചെയ്യണമെങ്കിൽ അതിനുള്ള ഒരു ഇതുണ്ടാവും, ഓരോ API ഉപയോഗിക്കണം. അതായത് ChatGPT API ഉപയോഗിച്ചിട്ടാണ് നമുക്കൊരു ഇതിൽ ഒരു ബോട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചാറ്റ് ബോട്ടിന് അപ്പോൾ ഇതിനാദ്യം പോകേണ്ടത് ChatGPT ഇതുണ്ടാവും, ഇമേജ് ജനറേഷൻ്റെ സംഭവമാണ്. അപ്പോൾ അങ്ങനെ ഇതാക്കാം. അപ്പോൾ അതിനായി നമുക്ക് ടോട്ടലായിട്ട് ഡയറക്ടറി വിത്ത് യുവർ ചാറ്റ് ബോട്ട് കൺവേർഷൻ തൽക്കാലം ഇതെടുക്കാം. ഇമേജ് ജനറേഷൻ നമുക്ക് തൽക്കാലം ഇത് കൊടുക്കാം. അപ്പോൾ ഇതിന് API ജനറേറ്റ് ചെയ്യണം. അപ്പോൾ API ജനറേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇൻഫോ പോവാം. അപ്പോൾ അല്ലെങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഇവിടെ കാണിക്കുന്ന സംഭവം ക്ലിക്ക് ചെയ്തിട്ട് അതിന് ശേഷം ഡാഷ്ബോർഡിലോ സെറ്റിങ്ങിലോ പോയി API ജനറേറ്റ് ചെയ്യാം. അപ്പോൾ അതിന് ഓപ്പൺ ഡാഷ്ബോർഡ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ AI ഡാഷ്ബോർഡ് എത്തും. അപ്പോൾ അതിൽ കീ ടോക്കൺ ജനറേറ്റ് ചെയ്യാം. അപ്പോൾ അതിന് ചെയ്യേണ്ടത് ഇവിടെ ഒരു സെർച്ച് ബട്ടൺ കാണിക്കും. അപ്പോൾ അതിനുശേഷം API കീനിവിടെ ക്ലിക്ക് ചെയ്യാം. API കീസ് എന്ന് ക്ലിക്ക് ചെയ്യാം. ശേഷം ക്രിയേറ്റ് എ ന്യൂ സീക്രട്ട് കീ എന്തെങ്കിലും പേര് കൊടുക്കുക. ശേഷം ഞാൻ ആദ്യം ആക്കിയോണ്ട് ഇങ്ങനെ സംഭവം വരും. ക്രിയേറ്റ് എ സീക്രട്ട് കീ ക്ലിക്ക് ചെയ്യുക, അത് കോപ്പി ചെയ്യുക. അതിനുശേഷം കൺഫിഗറേഷൻ പോയി അവിടെ എന്താക്കുക, അത് പേസ്റ്റ് ചെയ്യുക. പിന്നെ സേവ് കൺഫിഗറേഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു പച്ച എത്തുമ്പോൾ ഗ്രീൻ ബട്ടൺ ഗ്രീനായിട്ട് വരുമ്പോൾ അത് സക്സസ് ആയി. അപ്പോൾ ഇതിലുള്ളത് ഇമേജ് ജനറേറ്റ് ഇമേജ് മാത്രമാണ്. അപ്പോൾ അത് ഇതിവിടെ വന്നു. ശേഷം ഇത് കുറച്ച് ഇങ്ങോട്ടാക്കും, ഇവിടെ ക്ലിക്ക് ചെയ്യുക. ശേഷം ഇത് ഒന്നെങ്കിൽ ഇങ്ങനെ ചെയ്യാം. അപ്പോൾ അതവിടെ സ്റ്റോറായി. പിന്നെ നമുക്ക് ഇത് ആഡ് ചെയ്യാം, കസ്റ്റം വെർഷൻ. പിന്നെ നമുക്ക് കലണ്ടർ ആഡ് ചെയ്യാം. കലണ്ടറിനാകുമ്പോൾ നമ്മൾ കസ്റ്റമർ നമുക്ക് ഇങ്ങനെ കിട്ടും. ഞാൻ ഉദാഹരണത്തിന് പറയാം, നമ്മൾ ചെയ്യുന്നത് കലണ്ടറിൽ ടോക്കൺ എടുക്കുന്നതാണ്. അപ്പോൾ അതിന് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ശേഷം നമ്മൾ ഇതുണ്ടാക്കി മീറ്റിങ്ങിൻ്റെ ഒരു ഇതുണ്ടാക്കി ക്രിയേറ്റ് ചെയ്തത് ഇങ്ങനെ ഉണ്ടാക്കുക. ശേഷം ഇവിടെ ക്ലിക്ക് ചെയ്യുക. പിന്നെ ഇവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ക്ലിക്ക് ചെയ്യുക, സേവ് ആൻഡ് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കൊരു സൈൻ ഇൻ കീ അങ്ങനെ സംഭവം കിട്ടി. എസ്റ്റാബ്ലിഷ്ഡ്. അത് പേസ്റ്റ് ഇതാക്കുക, ഇതെടുത്ത് ഇവിടെ പേസ്റ്റ് ചെയ്യുക.
അപ്പോൾ ഇത് ഇങ്ങനെയല്ല എടുക്കേണ്ടത് ഇതിൻ്റെ. ഇവിടെ പോവാം, കയ്യിൽ ഇവിടെ പോയി കരണ്ടീൻ്റെ ഇൻസ്റ്റഗ്രേഷൻ, കരണ്ടി.com ഇൻസ്റ്റഗ്രേഷൻസ്. ഗൂഗിൾ മീറ്റിംഗ് ക്ലിക്ക് ചെയ്യുക, മാനേജ് കലണ്ടർ കണക്ഷൻ. ബാക്കോട്ട് പോവാം. സോറി, ഇവിടെ പേരിൽ ജനറേറ്റ് ന്യൂ ടോക്കൺ ക്ലിക്ക് ചെയ്യുക. ശേഷം ക്രിയേറ്റ് ടോക്കൺ ക്ലിക്ക് ചെയ്യുക. എൻ്റെ ജിമെയിൽ ഇത് വരും, കോഡ് വരും. പിന്നെ ഇവിടെ ഇതാണ് ഇതിൻ്റെ ശരിക്കുള്ള ടോക്കൺ എടുക്കുന്നത്. ഇങ്ങനെയാണ് സേവ് കൺഫിഗറേഷൻ ചെയ്യുക. ഇവിടെ സക്സസ്ഫുൾ ഞാൻ കാണിക്കും. നോക്കി നോക്കുക, റെഡി ആയിക്കാൻ നോക്കുക. റെഡി, അവിടെ ക്ലിക്ക് ചെയ്യുക. ഷെഡ്യൂൾ കറണ്ട് അതവിടെ ക്ലിക്ക് ചെയ്യുക. കറണ്ട് ഇതായി. നമുക്ക് മാനേജ് ഇഷ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാണ് ഇൻസ്റ്റഗ്രേഷനാണ്. ടോക്കൺ എടുക്കണം. ഓപ്പൺ ആയി ക്ലിക്ക് ചെയ്യുക. ഇൻസ്റ്റാൾ ഇൻസ്റ്റഗ്രേഷൻ. അപ്പോൾ ഇതിലെല്ലാം പെടും, എല്ലാ സാധനമുണ്ട്. അപ്പോൾ അതിൻ്റെ ഇത് ഇവിടുന്ന് ടോക്കൺ എടുക്കുക. സേവ്.
ഒരു ഇങ്ങനെ കൊടുക്കാം, ഹായ് അയച്ചു നോക്കാം. അപ്പോയിൻമെന്റ് നോക്കാം, ചെക്ക് ചെയ്യാം. അപ്പോയിൻമെന്റ് റെഡി ആക്കില്ല, നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഇൻസ്റ്റഗ്രേഷൻ പോവാം. അപ്പോൾ കറണ്ട് വർക്കാകുന്നില്ല. അപ്പോൾ കറണ്ട് നമുക്ക് വേറെ ഇൻസ്റ്റഗ്രേഷൻ നോക്കാം. ഗൂഗിൾ കറണ്ട് ആണെങ്കിൽ ഈസി ആയിരിക്കും. ഗൂഗിൾ കറണ്ട് എടുക്കാം, ഇൻസ്റ്റാൾ ഇൻസ്റ്റഗ്രേഷൻ, പിന്നെ ആക്സസ് ഇവിടെ ക്ലിക്ക് ചെയ്യാം. ശേഷം നമ്മൾ ഇതാക്കുക, ഫയൽ ഇതാക്കുക. ആക്സസ് സെർവറാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ നോക്കാം, കലണ്ടർ ഐ ഡി. അപ്പോൾ ഇതിന് ഐ ഡി ഗൂഗിൾ കലണ്ടർ ഐ ഡി തൽക്കാലത്ത് ഗൂഗിൾ ക്ലൗഡ് പ്ലാറ്റ്ഫോം, ഗൂഗിൾ ക്ലൗഡ് എടുക്കാം. അപ്പോൾ ഇവിടെ ഉണ്ടാവും, ഇവിടെ എല്ലാ സംഭവമുണ്ട്, എല്ലാത്തിൻ്റെ API ഇവിടുന്ന് കിട്ടും. അപ്പോൾ കലണ്ടറിൻ്റെ ആണത്, കലണ്ടറുണ്ട്.